ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഫാദർ ജോസഫ് കാക്കരമറ്റത്തിലിൻ്റെ പേരിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട്. പാമ്പ്ളാനി പിതാവിൻ്റെ ചോര കുടിക്കാൻ ആൾക്കാർ നടക്കുന്നു അത്രേ. ആ ചോര കുടിച്ചാൽ അന്നേരം ചത്തുപോകും, അത്ര വിഷമാണത്. പിന്നെയല്ലേ അത് കുടിക്കാൻ നടക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പോലും ആ ചോര കുടിക്കില്ല, അത്ര വിഷമാണ്. പാമ്പ്ളാനി പിതാവിനെ ന്യായവൽക്കരിക്കാൻ കാക്കരമറ്റത്തിലച്ചൻ പറയുന്ന മിക്ക വസ്തുതകളും സത്യത്തിന് നിരക്കാത്തതാണ്, ഒരു വൈദികൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ്. നേരും നിറവും ഉള്ളവർക്ക്, സഭയുടെ സ്നേഹമുള്ളവർക്ക് അങ്ങനെയൊന്നും പാമ്പ്ളാനി പിതാവിനെ ന്യായവൽക്കരിക്കാൻ, നീതിവൽക്കരിക്കാൻ കഴിയില്ല. ഈ ലേഖനത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ സാധാരണ വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാകും എന്നതിനാൽ ഞാൻ അതിന് മുതിരുകയാണ്. അച്ഛൻ്റെ ലേഖനത്തിലെ ആദ്യത്തെ വരികൾ: വന്നു ഭവിച്ച എല്ലാ അത്യാഹിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒരു കാരണഭൂതനെ നിശ്ചയിച്ച് അവന് ബലിയാടാക്കി ചാപ്പ കുത്തി കല്ലെറിഞ്ഞ് പരിഹാരം ചെയ്യുന്ന സമൂഹ പ്രതിഭാസത്തെ വിശദീകരിച്ചത് റെനെ ജിറാർഡ് എന്ന ഫ്രഞ്ച് തത്വചിന്തകനാണ്. പാവപരിഹാരത്തിനായി മരുഭൂമിയുടെ ഊഷരതയിലേക്ക് അഴിച്ചുവിടപ്പെട്ട ബലിയാട് എന്ന ബിംബത്തിലൂടെ അദ്ദേഹം ഈ പ്രതിഭാസം വിശദീകരിക്കുന്നു. ഒരു ബലിയാടിനെ കണ്ടെത്തി കല്ലെറിയുന്നതിലൂടെ പരിഹാരം ചെയ്ത് തങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം പൂർത്തീകരിച്ചുവെന്ന് ആത്മരതി അടയുന്ന ഈ കൂത്ത് സീറോ മലബാർ സഭയുടെ അകത്തളങ്ങളിൽ നടമാടാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ബലിയാട് മെക്കാനിസം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടി അഴിഞ്ഞാടി സകല സാമാന്യ മര്യാദകളും ലംഘിച്ച് വ്യക്തിഹത്യയിലേക്ക് എത്തി നിൽക്കുന്നു. ആദ്യമേ പറയട്ടെ, ബലിയാട് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രഞ്ച് തത്വചിന്തകനല്ല, ദൈവം തന്നെയാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഹെബ്രായ ലേഖനം 9:22. ഇസ്രായേൽ മക്കളുടെ പാപമെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്ത് ബ്ലോട്ട് ഔട്ട് ദ സിൻസ് ഓഫ് മൈ പീപ്പിൾ, ഇഫ് നോട്ട് ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ദാറ്റ് യു ഹാവ് റിട്ടൺ. എൻ്റെ ജനത്തിൻ്റെ പാപം നീ കഴുകിക്കളയുക, ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ മായ്ച്ചു കളയുക, നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന്. പുറപ്പാട് 32:32. അങ്ങനെ ഇസ്രായേലിൻ്റെ ഓരോ പ്രാവശ്യം പാപം ചെയ്തപ്പോഴും മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഇസ്രായേലിൻ്റെ പാപമെടുത്ത് മോശയുടെ മേലിടുകയും മോശ ഒരു പാപ കൂമ്പാരമാവുകയും അങ്ങനെ ജനത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്ത് യോർദാൻ നദിയുടെ അപ്പുറത്ത് മരിക്കുകയും ചെയ്തു മോശ എന്ന ബലിയാട്. ഇത് ഫ്രഞ്ച് തത്വചിന്തകനൊന്നല്ല, മോശ ബൈബിളിലുള്ളതാ. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ. തലശ്ശേരിയിൽ അത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബൈബിളിൽ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യരുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് വിശുദ്ധ നഗരത്തിന് വെളിയിൽ വെച്ച് കൊല്ലപ്പെട്ട ബലിയാടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈശോ മിശിഹ. അവന് പാപപരിഹാരത്തിന് കൃപാസനമായി ഹിലാസ്തേരിയൻ എന്നാണ് ഗ്രീക്ക് വാക്ക്, കപ്പരത്ത് എന്ന ഹീബ്രു വാക്ക്. ബലിയാടിൻ്റെ രക്തം വീണ് ജനത്തെ മുഴുവൻ ശുദ്ധമാക്കുന്ന കരുണയുടെ പീഠം എന്നാണ് അതിനർത്ഥം. അത് ദൈവമാണ് നിശ്ചയിച്ച് തന്നതെന്ന് റോമാലേഖനത്തിൽ 3:23-25 കാണാം. നിങ്ങളുടെ പാമ്പ്ളാനി പിതാവ് വേദശാസ്ത്രിയല്ലേ, ബൈബിൾ പണ്ഡിതനല്ലേ? ഇതൊന്ന് പഠിക്കാൻ പറയൂ. ഇല്ലെങ്കിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ നാസറത്തലി യേശു എന്ന പുസ്തകം ഒന്ന് വായിക്കാൻ പറയൂ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി ഒരാൾ മരിക്കണമെന്ന ദൈവശാസ്ത്രം ബൈബിളിലാണുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. പക്ഷേ ഈ തിരുവചനങ്ങളൊന്നും ഗ്രഹിക്കാനുള്ള മാനസിക നില തലശ്ശേരിയിലുള്ള കണ്ണൂരുകാർക്ക് അറിയില്ല, വേദശാസ്ത്രികൾക്കും ഇപ്പോഴില്ല. കാരണം നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. കണ്ണൂരുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞു വയ്ക്കുന്നതിലൂടെ ബലിയാടാകാനല്ല, വേട്ടക്കാരനാകാനാണ്, സഭയെ സ്നേഹിക്കുന്നവർ തലയറുക്കാനാണ് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നല്ലേ പാമ്പ്ളാനി പിതാവ് തന്നെ നേരിട്ട് വ്യക്തമാക്കിയത്. ഞാൻ കണ്ണൂരുകാരനാണ്, ബലിയാടോ? കണ്ണൂരുകാരൻ എന്നതിന് അവിടെ അർത്ഥം തലയറുക്കുന്നവനെന്നാണ്. എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, ഞാൻ കണ്ണൂരുകാരനാണ്. അത് ബലിയാടിൻ്റെ ഭാഷയോ അത് വേട്ടക്കാരൻ്റെ ഭാഷയോ? ഒരു ക്രിസ്ത്യാനിക്ക് അടിസ്ഥാനപരമായി വേണ്ട യോഗ്യത പോലും ഇല്ലാത്തവരെ, ജനത്തിന് വേണ്ടി ബലിയാടാകാൻ തയ്യാറല്ലാത്തവരെ മെത്രാന്മാരാക്കിയാൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. സ്ഥാനമോഹവും പദവിയും സുഖലോലുപതയും മാത്രം മുഖമുദ്രയാക്കിയവരെ
മെത്രാന്മാരാക്കിയതാണ് സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം. ഇതിനേക്കാൾ വലിയ പ്രതിഭാസങ്ങൾ ലോകത്തുണ്ടാകില്ല. സീറോ മലബാർ സഭയിൽ സകല മെത്രാന്മാരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഇക്കാര്യത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സഭയെ സ്നേഹിക്കുന്നവര് പാമ്പ്ലാനിയുടെ ചോരയല്ല ചോദിച്ചത്, തങ്ങൾക്ക് അവകാശപ്പെട്ട ലിറ്റർജിയാണ്. അത് മുടക്കാനുള്ള അധികാരം പാമ്പ്ലാനി പിതാവിന് ആര് കൊടുത്തു? അത് മുടക്കാൻ വന്നാൽ ചോര പൊടിയും, അത് സംശയം വേണ്ട. പിന്നെ പാമ്പ്ലാനി പിതാവിനെ സംശയത്തോടെ കാണാൻ ധാരാളം കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെ. എറണാകുളത്തിന് ഉത്തരവാദിത്തം ഏറ്റിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്താണ്? അരമന കയ്യേറിയവരെ പോയി കാണുക, അവരുമായി ധാരണയിലെത്തുക, അവ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ച് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. അവർ ഇപ്പോൾ പിരിഞ്ഞു പോകട്ടെ, ഞാൻ പിന്നീട് വന്ന് കാണാം, അവർ പിരിഞ്ഞു പോയാൽ ഞാൻ കാണാം എന്നല്ലേ ഏത് ഭരണാധികാരിയും പറയേണ്ടത്? എനിക്ക് ബുദ്ധിയില്ലേ, എനിക്ക് കഴിവില്ലെന്ന് ചോദിച്ച ഭരണാധികാരി ചെയ്യേണ്ടിരുന്നത് എന്തായിരുന്നു? അവരുടെ ഭീഷണിക്കും ബ്ലാക്ക്മെയിലും വഴങ്ങാണ് വേണ്ടിയിരുന്നത്. അതാണ് ഭരണാധികാരി. ഇതിനേക്കാൾ വലിയൊരു ചതി പാമ്പ്ലാനി പിതാവ് ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അംഗബലമില്ലെന്ന്. അംഗബലമില്ലെന്ന്. നിങ്ങൾ മെത്രാന്മാരെ പോലെയല്ല, ഞാൻ 5 ലക്ഷം വിശ്വാസികൾ പ്രതിനിധിയാണെന്ന് പ്രഖ്യാപിച്ച വിമത വൈദികൻ മുണ്ടാടനും പാമ്പ്ലാനി പിതാവും തമ്മിൽ എന്ത് അന്തരമാണുള്ളത്? പിന്നെ അംഗബലം നോക്കിയാണോ സഭയുടെ ലിറ്റർജി തീരുമാനിക്കുന്നത്? ഇനി അംഗബലം വേണമെങ്കിൽ അത് ഉണ്ടാക്കേണ്ടത് ആരാണ്? ഇടവകകളിൽ വിമതനായി ഒരേ ഒരാളേ ഉള്ളൂ, വികാരിയച്ഛൻ. ജനങ്ങൾ മുഴുവൻ സഭയുടെ കൂടെയാണ്. അതാണ് അംഗബലം. ആ അംഗബലം ആ അംഗബലത്തെ സംഘടിപ്പിക്കേണ്ടത് എറണാകുളത്തിന്റെ മെത്രാന്റെ ചുമതലയുള്ള പാമ്പ്ലാനി പിതാവിനല്ലേ? അംഗബലമില്ലെന്ന് പരിഹസിച്ചപ്പോഴാണ് അംഗബലം ഉണ്ടോ എന്ന് നേരിട്ട് കാണാനായിട്ട് അവര് ഇടയാക്കിയത്. മേലിൽ അങ്ങനത്തെ വർത്തമാനം പറഞ്ഞ് പാമ്പ്ലാനി പിതാവ് വരരുത്. അംഗബലമില്ലത്രേ. വീണ്ടും തലശ്ശേരിയുടെ അച്ഛൻ്റെ വാക്കുകളിലേക്ക്. സിനഡ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശിരസാ വഹിച്ച് തീവ്രപക്ഷങ്ങളെ അനുനയിപ്പിച്ച് അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ പാമ്പ്ലാനി, മാർ ജോസഫ് പാമ്പ്ലാനി, പിതാവിനെ നിന്ദ്യമായി അധിക്ഷേപിച്ച് ബലിയാടാക്കി ചിത്രീകരിക്കുന്ന ജുഗുപ്സാവഹമായ കഥകൾക്ക് നാളുകളായി നാം സാക്ഷ്യം വഹിക്കുന്നു. ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഈ കാക്കരമറ്റം അച്ഛൻ്റെ ഈ പ്രസ്താവനയിലെ മിക്ക കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഒന്നാമതായി, സിനഡ് ഏൽപ്പിച്ചതല്ല, ചോദിച്ചു വാങ്ങിയതാണ് പാമ്പ്ലാനി പിതാവ് ഉത്തരവാദിത്തം. അതും കരഞ്ഞും കാല് പിടിച്ചും എനിക്ക് കഴിവുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്തിന്? വിമതരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. വിമതർക്ക് എന്തെങ്കിലും മെനക്കേട് സംഭവിക്കുമ്പോഴൊക്കെ രക്ഷകനായി അവതരിപ്പിക്കുന്നത് പാമ്പ്ലാനി പിതാവിന്റെ സ്ഥിരം അടവാണ്. എങ്കിലും സിനഡ് അംഗീകരിച്ചു കൊടുത്തപ്പോൾ, പാമ്പ്ലാനി പിതാവിന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തപ്പോൾ സിനഡ് അത് ഏൽപ്പിച്ചതിന് തുല്യമായി, ഉത്തരവാദിത്തം ഏൽപ്പിച്ച് തുല്യമായി. ഒരു കുടുംബ സമ്മേളനത്തിന്റെ കാര്യഗൗരവം പോലും ഇല്ലാതെ സീറോ മലബാർ സഭയുടെ സിനഡ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. സീറോ മലബാർ സഭയുടെ തലവനെ തെരഞ്ഞെടുത്തത് കെടുകാര്യസ്ഥതയ്ക്കും അലസതയ്ക്കും പേര് കേട്ട ഒരു പഞ്ചായത്ത് മെമ്പറെ തെരഞ്ഞെടുക്കുന്നതിനേക്കാളും ഹീനമായിട്ടാണ്. പരിശുദ്ധ റൂഹായെ പടിക്ക് പുറത്ത് നിർത്തിയെടുത്ത ആ തീരുമാനത്തിലാണ് സീറോ മലബാർ സഭയുടെ ദുരന്തം സാധാരണ വിശ്വാസികൾ കാണുന്നത്. അത് തിരുത്താനുള്ള ആർജവമെങ്കിലും മെത്രാൻ സിനഡ് കാണിച്ചില്ലെങ്കിൽ ജുഗുപ്സാവഹമായ കഥകൾ, അറപ്പുളവാക്കുന്ന കഥകൾ ഇനിയും സംഭവിക്കും. രണ്ടാമതായി, എന്താണ് മെത്രാൻ സിനഡ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം? ഏകീകൃത കുർബാന നടപ്പാക്കുക, അല്ലേ? 2024 ജൂലൈ മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. ആ വൈദികർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തിയോ? 2024 ജൂലൈ 3 മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങുന്നവർക്കെതിരെ കാനോനിക നടപടികൾ തൽക്കാലത്തേക്ക് മരവിപ്പിക്കും. ഇതൊക്കെയല്ലേ തീരുമാനം, മെത്രാൻ സിനഡിന്റെ തീരുമാനം. ഈ ആനുകൂല്യം മതബോധന ലക്ഷ്യം കൈവരിക്കുന്നവരാണെന്നും എഴുതി അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 5-6 മാസത്തേക്ക്. ഇപ്പൊ നാളെത്ര കഴിഞ്ഞു? ജനങ്ങളെ ഏകീകൃത കുർബാന പരിചയപ്പെടുത്തുന്നതിന് ഏതാനും മാസത്തേക്ക് മാത്രം
ഈ ഏകീകൃത കുർബാന ഒരെണ്ണെങ്കിലും ചൊല്ലിത്തുടങ്ങുക, ആ കാലാവധി കഴിഞ്ഞാൽ എല്ലാ കുർബാന ഏകീകൃത കുർബാന ചൊല്ലുക. ഇതല്ലേ മെത്രാൻ സിനഡിന്റെ തീരുമാനം. ഇതല്ലേ ബോസ്കോ പിതാവ് തുടങ്ങി വെച്ചത്. എന്നാൽ പാമ്പ്ളാനി പിതാവ് വന്നപ്പോഴോ മാർപ്പാപ്പി എതിർക്കുന്നവരുമായി മാത്രം ചർച്ച. മുളക് സ്പ്രേ ചെയ്ത്, തോട്ടുപുറച്ചന്റെ കുർബാന ചൊല്ലുന്ന സമയത്ത് മുളക് സ്പ്രേ ചെയ്ത് അവിടെ അലങ്കോലമാക്കി കുർബാന ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചവർക്ക് അനുകൂലമായ നടപടികൾ. മണവാട്ടികളുടെ മധ്യം നടക്കുന്ന മണവാളനെ ഞാൻ സസ്പെൻഡ് ചെയ്യില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക. കൂതാശ വിലക്കുള്ളവർക്ക് അത് തുടരാനുള്ള സകല ഒത്താശകളും ചെയ്തു കൊടുക്കുക. ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് രേഖാമൂലം ഒപ്പിട്ട് നൽകിയ നവവൈദികരെയും മാർപ്പാപ്പ ധിക്കരിക്കുന്നവരുടെ കൂട്ടായ്മയിൽ ചേർക്കുക. ഇതൊക്കെ പാമ്പ്ളാനി പിതാവ് ചെയ്യുന്നത്. എല്ലാത്തിലും ഉപരിയായി സഭയെ സ്നേഹിക്കുന്നവർക്കെതിരെ ഷോക്കോസ് നോട്ടീസ്, ശിക്ഷാ നടപടി. ഇതാണോ അനുരഞ്ജനം? ഇതാണോ പാമ്പ്ളാനി സിനഡ് ഏൽപ്പിച്ചത്? ഇതാണ് മെത്രാൻ സിനഡ് പാമ്പ്ളാനി ഏൽപ്പിച്ചതെങ്കിൽ മെത്രാൻ സിനഡിനെ പിരിച്ചുവിടണം. അത് ഞങ്ങൾ മാർപ്പാപ്പയോട് ആവശ്യപ്പെടും. കാരണം അത് മാർപ്പാപ്പയ്ക്കെതിരെയുള്ള പ്രകടമായ പരസ്യമായ തിന്മയാണ്, ശീഷ്മയാണ്. സീറോ മലബാർ സഭയിൽ സകല മെത്രന്മാരും ശീഷ്മയിൽ പോയാലും ഞങ്ങൾ സത്യവിശ്വാസികൾ അതിന് തയ്യാറല്ല. സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാനും ബലിയാടാകാനും തയ്യാറുള്ളവരാണ് ഈശോയുടെ യഥാർത്ഥ ശിഷ്യര്, അതായത് ഞങ്ങൾ. ചാവറേച്ചനും സകല സഭാപിതാക്കന്മാരും ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ്. പിന്നെ തീവ്രപക്ഷങ്ങൾ എന്ന പ്രയോഗം എന്തൊരു കടുത്ത അനീതിയാണ് ഈ പറയണേ. എവിടെയാണ് തീവ്രപക്ഷങ്ങൾ? ഏകീകൃത കുർബാന വേണമെന്ന് തീരുമാനിച്ചത് പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെയുള്ള മെത്രാൻ സിനഡല്ലേ? അത് നടപ്പാക്കിയത് പാമ്പ്ളാനി പിതാവ് ഉൾപ്പെട്ട മെത്രാൻ സിനഡല്ലേ? ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് എന്നാണ് പ്രഖ്യാപിച്ചത് പാമ്പ്ളാനി പിതാവ് അടക്കമുള്ള മെത്രാൻ സിനഡല്ലേ? 2024 ജൂലൈ മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്തവർ സഭയ്ക്ക് പുറത്താണെന്ന് പ്രഖ്യാപിച്ചത് പാമ്പ്ളാനി പിതാവ് അടക്കമുള്ള മെത്രാൻ സിനഡല്ലേ? അങ്ങനെ പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെയുള്ളവർ നടപ്പിലാക്കിയ സംഗതി, സഭ കൽപ്പിച്ചു നൽകിയ കുർബാന എറണാകുളത്ത് ആവശ്യപ്പെടുന്നവർ തീവ്രപക്ഷമാണോ അതോ ശരിപക്ഷമാണോ? തീവ്രപക്ഷമോ ശരിപക്ഷമോ? സഭാനുകൂലികളെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പലപ്പോഴായി മെത്രാൻ സിനഡും പറയണു, മാധ്യമ കമ്മീഷൻ പറയണു, ഇപ്പോ തലശ്ശേരിക്കാർ പറയണു. മേലിൽ ആ പ്രയോഗം ഉപയോഗിക്കരുത്. സഭാനുകൂലികളല്ല എല്ലാ വിശ്വാസികളും. സഭാനുകൂലികളല്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കണം. സഭാനുകൂലികളല്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കണം. അതുകൊണ്ട് മേലിൽ സഭാനുകൂലികൾ എന്ന് അവകാശപ്പെടുന്നവർ എന്നും പറഞ്ഞ് വരരുത്. മാധ്യമ കമ്മീഷനും വരരുത്, തലശ്ശേരിക്കാരും വരരുത്, ആരും വരരുത്. സഭയെ അനുകൂലിക്കുന്നവർ സഭയുടെ ഉള്ളിൽ മതി. സഭയെ അനുകൂലിക്കുന്നവർ സഭയുടെ ഉള്ളിൽ മതി. നിങ്ങളെപ്പോലെ ഒരു തീരുമാനം എടുക്കുകയും അതിന് കടകവിരുദ്ധമായി പെരുമാറുകയും ചെയ്യുന്നത് ഞങ്ങളുടെ രീതിയല്ല. മോഹൻലാലിന്റെ ഒരു കഥാപാത്രം ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ, നിന്റെ തന്തയല്ല എൻ്റെ തന്ത. തീരുമാനം എടുക്കുക, എന്നിട്ട് അതിന് കടകവിരുദ്ധമായി പെരുമാറുക. ആ പരിപാടി ഞങ്ങൾക്കറിയില്ല. തീരുമാനമെടുത്താൽ പ്രാണം പോയാലും നടപ്പാക്കിയിരിക്കും. പിന്നെ ഇസ്ലാമിക മത തീവ്രവാദികളെ പിന്തുണയോടെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരെയും സഭയുടെ കൂടെ നിൽക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കി നോക്കി ഇരു കൂട്ടരെയും തീവ്രപക്ഷങ്ങൾ എന്ന് മുദ്രകുത്താൻ നാണമില്ലേ പാമ്പ്ളാനി പിതാവേ? സഭയെ അനുസരിച്ച് അവകാശപ്പെട്ട ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി തെരുവിൽ അലയുന്ന വിശ്വാസികള് തീവ്രപക്ഷമോ? അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസോ? ഇതുവരെ സഭയെ ധിക്കരിച്ച്, മാർപ്പാപ്പയെ ധിക്കരിച്ച്, സഭാ തലവന്മാരെ കോലം കത്തിച്ച്, മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞ് അരമനയിൽ അതിക്രമം നടത്തി, പോലീസിനെ ആക്രമിച്ച്, 82 വയസ്സുള്ള വൈദികനെ ബലിപീഠത്തിൽ ഉന്തി തള്ളിയിട്ട് ഇതുപോലെ സഭയെ നാണം കെടുത്തിയവരെ അവരോട് തുല്യരാക്കുകയോ ഈ സഭയുടെ കൂടെ നിൽക്കുന്നവരെ? പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെയുള്ള മെത്രാൻ സിനഡിനോട് ഒപ്പം നിന്നവര് തീവ്രപക്ഷവും വിഘടനവാദികളും. ഇതെല്ലാം ചെയ്തു കൂട്ടിയവര് അവരെ പോലെയാണത്രേ സഭയുടെ കൂടെ നിൽക്കുന്നവര്. ശരിപക്ഷത്തുള്ളവരെ തീവ്രപക്ഷം എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മുദ്ര കുത്താൻ നിങ്ങൾക്കങ്ങനെ ധൈര്യം വന്നു? പാമ്പ്ളാനി പിതാവേ, ഈ പ്രശ്നം പരിഹരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകണം. മെത്രാൻ സിനഡിന്റെ തീരുമാനം നടപ്പാക്കാനുള്ള ചങ്കുറപ്പില്ലെങ്കിൽ
രാജിവെച്ച് പോകണം. അതൊരു മര്യാദ. അല്ലാതെ ഇങ്ങനെ കാതലില്ലാത്ത കാമ്പില്ലാത്ത ആളുകളെ ഇറക്കി സ്വയം ന്യായീകരിക്കാൻ വരരുത്. മനസ്സുണ്ടെങ്കിൽ, ആസൂത്രണം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ എത്ര ദിവസങ്ങൾ വേണം? എനിക്ക് ബുദ്ധിയില്ലേ, എനിക്ക് കഴിവില്ലേ എന്നൊക്കെ വീമ്പടിച്ചാൽ പോരാ. എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ ബുദ്ധിയും കഴിവും ഉപയോഗിക്കും പാമ്പളാനി പിതാവേ. അതുണ്ടെങ്കിൽ സിനഡിലെ മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അൽമായ സത്യവിശ്വാസികൾ ഭീഷണിപ്പെടുത്താൻ പാമ്പളാനി പിതാവ് ശ്രമിക്കണ്ട. ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇനി അച്ഛൻ്റെ വാക്കുകൾ, ശാരീരികമായ ആക്രമണത്തോളം വളർന്നു കഴിഞ്ഞ ചില വ്യാജ സഭാസ്നേഹികളുടെ ആക്രോശങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നത് ആരാണ് എന്ന ചോദ്യം ഉയരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ ചരട് വലിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? വ്യക്തമായ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിലത്തെ പല വാക്കുകൾ ആവശ്യമുള്ളതല്ല, എന്നാൽ ഞാൻ പറയാം. പാമ്പ്ലാനിയെ ശാരീരികമായി ഉപരോധിച്ചപ്പോൾ വേദനിച്ചു അല്ലേ? തോട്ടുപുറമച്ചനെ തള്ളിയിട്ടപ്പോൾ ഈ വേദന കണ്ടില്ലല്ലോ. 21 വൈദികരെ അരമനയിൽ അതിക്രമിച്ച് കയറി അവിടെയുള്ള 3 വൈദികരെ ഭീഷണിപ്പെടുത്തുകയും ഇല്ലേ എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടി. അപ്പോഴൊന്നും ഈ വേദന കണ്ടില്ലല്ലോ. ആൻഡ്രൂസ് പിതാവിനെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് ചവിട്ടിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വേദന? സിറിൽ പിതാവിന് കുപ്പി എറിഞ്ഞപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വേദന? പിന്നെ വ്യാജ സഭാസ്നേഹികളല്ല യഥാർത്ഥ സഭാസ്നേഹികൾ. അവരാണ് പാമ്പളാനി പിതാവിന് ശാരീരികമായി വളഞ്ഞത്. യഥാർത്ഥ സഭാസ്നേഹികൾ അത് വ്യാജ സഭാസ്നേഹികളല്ല, യഥാർത്ഥ സഭാസ്നേഹികളാണ്. ഇനിയും ചെയ്യും. വ്യാജ സഭാസ്നേഹി എന്ന് പറയുന്നത് പാമ്പളാനി പിതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കാൻ നടക്കുന്ന ഈ അച്ഛന്മാരും മറ്റുള്ളവരുമാണ്. നിങ്ങളാണ് വ്യാജ സഭാസ്നേഹികൾ, ഞങ്ങൾ യഥാർത്ഥ സഭാസ്നേഹികളാണ്. പാമ്പളാനി പിതാവിനെ വളഞ്ഞത് പരസ്യമായിട്ടാണ്. ഇനിയും ചെയ്യും. അതായത് മാർപ്പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് മെത്രാൻ സിനഡിന്റെ തീരുമാനം നടപ്പാക്കാനല്ലാതെ മറ്റേതെങ്കിലും ലക്ഷ്യത്തോടെ വന്നാൽ ഇനിയും വളയും, ഇനിയും ഉപരോധിക്കും, പ്രതിരോധിക്കും. അതിന് മൗനാനുവാദമല്ല ഞങ്ങൾക്കുള്ളത്. കർത്താവ് നൽകിയ പരസ്യമായ അധികാരമാണ്. മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് ഏത് മെത്രാനോ മെത്രാപ്പോലിത്തയോ ഈ മേജർ ആർച്ച് ബിഷപ്പോ വന്നാലും അവരെ തടയാനുള്ള കൽപ്പന ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായിൽ നിന്ന് നേരിട്ടാണ്. അത് മൗനാനുവാദമല്ല, പരസ്യമായ അനുവാദമാണ്, അധികാരമാണ്. പിന്നെ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ചരട് വലിക്കുന്നത് അത് നിങ്ങളുടെ രീതിയാണ്, ഞങ്ങളുടെ രീതിയല്ല. ഞങ്ങൾ തിരശ്ശീലയുടെ മുമ്പിൽ വന്നാണ് കാര്യം പറയുന്നത്. തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് കളിക്കുകയല്ല, തിരശ്ശീലയുടെ മുമ്പിൽ വന്നാണ് കാര്യം പറയുന്നത്. 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എറണാകുളത്ത് ഏകീകൃത കുർബാന മതി. എല്ലാ കുർബാനയും സിനഡ് തീരുമാനിച്ച കുർബാന മതി. സമവായം, സമാധാനം എന്നെല്ലാം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ആരും വരണ്ട. ഏകീകൃത കുർബാന നടപ്പാക്കാനല്ലാതെ ഒരു മെത്രാനും എറണാകുളത്ത് വരണ്ട. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന മെത്രാപ്പൊലിത്തയെ പുറത്താക്കുക. ഇതാണ് ഞങ്ങൾ തിരശ്ശീലയ്ക്ക് മുമ്പിൽ വന്ന് പറയണേ. പിന്നിലിരുന്ന് കളിക്കല്ല. പിന്നിലിരുന്ന് കളിക്കുന്ന പരിപാടി ഞങ്ങളുടേതും അല്ല താനും. പിന്നെ വീണ്ടും അച്ഛൻ്റെ വാക്കുകൾ, ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സഭയിലെ മുഴുവൻ ആന്തരിക സംഘർഷങ്ങളുടെയും പാപഭാരം സിനഡ് സെക്രട്ടറി എന്ന നിലയിലും എറണാകുളം മെത്രാപ്പൊലീത്തൻ വികാരി എന്ന നിലയിലും പാമ്പളാനി പിതാവിൽ ചുമത്തുന്നത് ആര്? അതാണ് ഒന്നാമത്തെ ചോദ്യം അച്ഛൻ ഉന്നയിക്കുന്നത്. തലശ്ശേരിയിലെ അച്ഛൻ. ഈ ചോദ്യം ചോദിക്കേണ്ടത് പരസ്യമായിട്ടാണോ അതോ വെടിക്കെട്ടുകാരൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച തട്ടിൽ പിതാവിനോടാണോ? അദ്ദേഹത്തിൻ്റെ വികാരി മാത്രമല്ലേ പാമ്പളാനി പിതാവ്? പിന്നെ സിനഡ് സെക്രട്ടറി എന്ന നിലയിലും എറണാകുളം മെത്രാപ്പൊലീത്തൻ വികാരി എന്ന നിലയിലും ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ തികഞ്ഞ പരാജയമായി പാമ്പളാനി പിതാവ് ഈ പാവഭാരം ഏൽക്കേണ്ടത് തന്നെയല്ലേ? ആ പാവഭാരം ഏൽക്കാൻ തയ്യാറാണെങ്കിൽ രാജിവെച്ച് പോണ്ടേ? ഈ 2 സ്ഥാനങ്ങളും അദ്ദേഹം രാജിവെക്കുന്നതല്ലേ നല്ലത്? സിനഡ് സെക്രട്ടറി എന്ന സ്ഥാനവും എറണാകുളം അങ്കമാലി അതിരൂപയുടെ മെത്രാപ്പൊലീത്തൻ വികാരി എന്ന സ്ഥാനവും. കാരണം എന്താ? തികഞ്ഞ പരാജയമാണ് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും. അപ്പോൾ പാവഭാരം ഉണ്ടാകില്ലല്ലോ. ആ പാവഭാരം ഇറക്കി വെച്ച് പോ. ഈ കണ്ണൂരുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ, ആ ആണത്തം കാണിക്കൂ. തൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പാമ്പളാനി പിതാവ് ഇങ്ങനെ ആളുകളെ ഇറക്കി സ്വയം ന്യായവൽക്കരിക്കാൻ നോക്കുന്നത് ഭീരുത്വമല്ലേ? പിണറായി വിജയൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഒരു അക്രമം ഉണ്ടാക്കുക, ഇവിടെ ഒരു അക്രമം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന ഉണ്ടാക്കുക, അത് രാഷ്ട്രീയ കളിയല്ലേ? അത് നമുക്ക് സഭയിൽ വേണം. തലശ്ശേരി അച്ഛൻ്റെ രണ്ടാമത്തെ ചോദ്യം, പരിഹാര ശ്രമമായി സിനഡ് നിർദ്ദേശ ഘട്ടം ഘട്ടമായുള്ള ഏകീകൃത കുർബാനയെ
സമവായ കുർബാനയെന്ന് ആക്ഷേപിച്ച് അതിൻ്റെ ഉപജ്ഞാതാവ് പാമ്പളാനി പിതാവാണെന്ന് വരുത്തി തീർക്കുന്നത് ആര്? ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുക എന്ന തീരുമാനം ഏത് മെത്രാൻ സിനഡാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഉണ്ടെങ്കിൽ ആ തീരുമാനം ദൈവജനത്തെ അറിയിക്കൂ. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിയിപ്പില്ല. ഘട്ടം ഘട്ടമായി നടപ്പാക്കുക. മെത്രാൻ സിനഡ് ദൈവജനത്തെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 2024 ജൂലൈ മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്തവർ സഭയ്ക്ക് പുറത്താണ്. 2024 ജൂലൈ 3 മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലുന്ന വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ തൽക്കാലത്തേക്ക് സ്വീകരിക്കില്ല. അതും മതബോധന ലക്ഷ്യം മുൻനിർത്തി മാത്രം. ഇതിനെ ഘട്ടം ഘട്ടമായി കുർബാന എന്ന് വ്യാഖ്യാനിച്ചത് പാമ്പളാനി പിതാവാണ്. വൈദികർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചതും പാമ്പളാനി പിതാവാണ്. ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് എഴുതി കൊടുത്തവരെയും വിമതരുടെ കൂട്ടായ്മയിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടത് പാമ്പളാനി പിതാവാണ്. അപ്പോൾ സമവായ കുർബാനയുടെ ഉപജ്ഞാതാവ് പാമ്പളാനിയല്ലേ? വരുത്തി തീർക്കലല്ലോ, അതല്ലേ സത്യം. തീർന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പാമ്പളാനി പിതാവ് മാർപ്പാപ്പി പരസ്യമായി ധിക്കരിച്ച് ശീഷ്മയിലേക്ക് പോകുകയാണ്. പാമ്പളാനി പിതാവിനെ ന്യായീകരിക്കാൻ വരുന്നവരും ശീഷ്മയിലാണ്. അല്ലെങ്കിൽ അദ്ദേഹം ശീഷ്മയിലേക്ക് പോയിക്കോട്ടെ, അങ്ങനെ സഭയിൽ നിന്ന് പുറത്ത് പോയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ മെത്രാനാകാം എന്ന് വിചാരിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ തലശ്ശേരിക്കാരൻ്റെ മൂന്നാമത്തെ ചോദ്യം: സഭയെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സഭാസ്നേഹികൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ വിഭജനത്തിന് മുറിപ്പാടുകൾ കൊണ്ട് തളർന്നു പോയ സുറിയാനി സഭയുടെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവരാണോ? ഗംഭീരമായിരിക്കുന്ന ചോദ്യം. തലശ്ശേരിയിലുള്ളവരെല്ലാം ഇങ്ങനെ പൊട്ടന്മാരാണോ? അത് പൊട്ടന്മാരായി അഭിനയിക്കുകയാണോ? സഭയെ വെട്ടിമുറിക്കാൻ നടക്കുന്നത് സഭാസ്നേഹികളാണോ? വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരുമാണോ? ആ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും കൂട്ടത്തിലല്ലേ പാമ്പളാനി പിതാവ്? അപ്പൊ പാമ്പളാനി പിതാവല്ലേ സഭയെ വെട്ടിമുറിക്കാൻ നടക്കുന്നത്? പിന്നെ പ്രോട്ടസ്റ്റന്റ് സഭ കത്തോലിക്ക സഭയിൽ നിന്ന് ഇല്ലേ സഭയെ വെട്ടിമുറിച്ച് വിട്ടുപോയിട്ടും കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ കത്തോലിക്ക സഭ എന്തെങ്കിലും മായം ചേർത്തോ? ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും സഭ വിട്ടുപോയിട്ടും സഭയുടെ വിശ്വാസത്തിൽ മായം ചേർത്തോ? പാമ്പളാനിയോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോ സഭയുടെ വിശ്വാസത്തിൽ മായം ചേർത്ത് വിഭജനം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സത്യവിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. പാമ്പളാനിക്ക് വേണമെങ്കിൽ പോകാം, വിമത വൈദികർക്ക് വേണമെങ്കിൽ പോകാം, അൽമായ മുന്നേറ്റക്കാർക്കും പോകാം. പക്ഷേ സഭയുടെ വിശ്വാസത്തിൽ മാർപ്പാപ്പയുള്ള അനുസരണത്തിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ സത്യവിശ്വാസികൾ സമ്മതിക്കില്ല. ശീഷ്മയിലുള്ളവർക്കൊക്കെ പോകാം. പിന്നെ പാമ്പളാനി പിതാവിനോടും ഈ തലശ്ശേരി വൈദികനോടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രഭാഷണം കേട്ടിട്ട് വളരെയധികം പേര് കർത്താവിനെ ഉപേക്ഷിച്ച് പോയി. യൂദാസിനെ കർത്താവ് വിളിച്ചു, നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലേ ഒരു യോഹന്നാന്റെ സുവിശേഷം 6:60 മുതൽ വായിച്ചു നോക്കൂ, 66 വരെ ധാരാളം പേര് കർത്താവിന് വിട്ടുപോയി. കർത്താവ് കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ അല്പമെങ്കിലും മായം ചേർത്തോ? ഇല്ല. പത്രോസോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, പോയിക്കോ. അപ്പോൾ യൂദാസിനെ പോലെ ഒറ്റക്കാരനായി നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് കർത്താവ് ഇപ്പോൾ പാമ്പളാനി പിതാവിനെ കുറിച്ച് പറയാതിരിക്കണമെങ്കിൽ കുർബാനയിൽ മായം ചേർക്കാതിരിക്കുക. ആൾക്കാർ വിട്ടുപോകുന്നു എന്ന് കരുതിയിട്ട് കുർബാനയിലോ സത്യവിശ്വാസത്തിലോ മായം ചേർക്കണ്ട. കർത്താവ് വിശ്വസിച്ച് പറഞ്ഞത് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന പൊയ്ക്കോന്നാണ്. സഭയെ ഇനിയും വെട്ടിമുറിക്കും ആളുകൾ. അതുണ്ടാകുമെന്ന് കർത്താവിന് അറിയാം. കർത്താവിന്റെ കാലത്ത് തന്നെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ കീറിമുറിക്കൽ നടന്നു. അവർ പിന്നീട് ഒരിക്കലും കർത്താവിനെ അനുഗമിച്ചില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 6:60-66 വൈകി. നിങ്ങളുടെ പിതാവ് വലിയ വേദശാസ്ത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് സഭയെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സഭാസ്നേഹികൾ എന്ന് പറയരുത്. സഭയെ വെട്ടിമുറിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അവരുടെ നേതാവായി നിശ്ചയിച്ചിരിക്കുന്നത് പാമ്പളാനി പിതാവിനെയാണ്. നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് ഇന്ന് കർത്താവ് പറയുന്നത് നിങ്ങൾ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന പാമ്പളാനി പിതാവിനെ കുറിച്ചാണ്. ഞങ്ങൾ പത്രോസിന്റെ കൂടെയാണ്. ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട് എന്ന് പറഞ്ഞ പത്രോസിന്റെ കൂടെയാണ് ഞങ്ങൾ. കത്തോലിക്ക സഭയുടെ കൂടെയാണ് ഞങ്ങൾ.
ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും എങ്ങനെയെങ്കിലും സമവായം ഉണ്ടാക്കലും സമാധാനം ഉണ്ടാക്കലും കർത്താവിൻ്റെ രീതിയല്ല. അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സമാധാനമല്ല, വാളാണ്, വചനത്തിൻ്റെ വാള്. അതൊരു വിഭജനമാണ്. കർത്താവിന് കൂടെയുള്ളവരും അല്ലാത്തവരും തമ്മിലുള്ള വിഭജനം അതുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കത്തോലിക്ക സഭ പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ടോ യഹോവ സാക്ഷികളുമായിട്ടോ പെന്തക്കോസ്തുകാരുമായിട്ടോ ആരുമായിട്ടും അങ്ങനെ കെട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും പോകാറില്ല. അത് കത്തോലിക്ക സഭയിലുള്ളവരും സീറോ മലബാർ സഭയിലുള്ളവരും മനസ്സിലാക്കണം, പ്രത്യേകിച്ച് നേതൃത്വം. അച്ഛൻ്റെ വാക്കുകൾ: വിമതപക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എറണാകുളം രൂപതയിലെ മൃഗീയ ഭൂരിപക്ഷമായ വൈദികരെയും അൽമാരെയും അവഗണിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിരുന്നെങ്കിൽ പാമ്പ്ളാനി പിതാവിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്ററുമായി അവരോധിക്കപ്പെട്ടവർക്ക് സാധിക്കുമായിരുന്നില്ലേ? പിളർപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തെ എന്തിനാണ് ഈ കുരിശ് സിനഡ് ഏൽപ്പിച്ചത്? ഗംഭീരായിരിക്കുന്ന അച്ചോ. അസത്യങ്ങളുടെ ഘോഷയാത്രയാണ് ഈ പ്രസ്താവന. ഒന്നാമതായി, വിമതപക്ഷത്തിനാണ് മൃഗീയ ഭൂരിപക്ഷം എന്ന പ്രസ്താവന. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 94% അൽമാരും സഭയോടൊപ്പമാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തെളിയിക്കുന്ന രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ ഇടവകയിലും സർവേ നടത്തി 94% അൽമായരും സഭയുടെ കൂടെ, മാർപ്പാപ്പയുടെ കൂടെ നിൽക്കാൻ, കർത്താവിൻ്റെ സഭയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സർവേ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് മൃഗീയ ഭൂരിപക്ഷം 2024 ജൂലൈ മാസത്തിൽ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി വന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 200 വൈദികരാണ്. 200 വൈദികർ. തീവ്ര വിമത വൈദികർ 30-ൽ താഴെയാണ്. മറ്റുള്ളവർക്ക് അതിനെ എതിരിടാനുള്ള താല്പര്യമുണ്ടെങ്കിലും പ്രാപ്തിയില്ല. അവരോട് നമുക്ക് സിമ്പതിയുണ്ട്. 400 വൈദികരിൽ 400 താഴെ കൂട്ടിയാൽ മതി, 30 പേരുള്ളതാണോ ഈ മൃഗീയ ഭൂരിപക്ഷം? പിന്നെ ഏതാനും ചിങ്കിടികൾ, അയൽമായ മുന്നേറ്റക്കാർ ചിങ്കിടികൾ, പണത്തിന് വേണ്ടി, നക്കാപ്പിച്ച നേട്ടത്തിന് വേണ്ടി ഈ വിമതരുടെ കൂടെ നടക്കുന്നവർ. മൃഗീയം എന്നതുകൊണ്ട് തലശ്ശേരിലച്ഛൻ ഉദ്ദേശിച്ചത് മൃഗങ്ങളെ പോലെയാണോ? എങ്കിൽ ശരിയാണോ കേട്ടോ. പിന്നെ ബഹുഭൂരിപക്ഷവും കർത്താവിന് ഉപേക്ഷിച്ച് പോയപ്പോൾ കർത്താവ് മയപ്പെടുത്തുകയാണോ ചെയ്തത്? ഞാൻ ചോദിച്ച ചോദ്യമാണ്. അതോ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണോ? പിന്നെ ഈ മൃഗീയ ഭൂരിപക്ഷം എന്ന വാക്ക് അത് മെത്രാമാരെ പറ്റിക്കാനാണ് പാമ്പ്ളാനി പിതാവ് ഉപയോഗിക്കുന്നത്. മെത്രാമാരെ പറ്റിക്കാം, പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഏകീകൃത കുർബാന നടപ്പാക്കിൽ സഭ പിളരുമെന്ന വരട്ട തത്വവാദം പറഞ്ഞാണ് ഈ പറ്റിക്കൽ നടക്കണേ. ആണ്ടസ് പിതാവും ഇങ്ങനെയൊന്ന് പറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുക അല്ല സഭ ചെയ്തത്, അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയാണ്. ആണ്ടസ് പിതാവും പറഞ്ഞത് സഭയിൽ പിളർപ്പൊഴിവാക്കാൻ. അങ്ങനെ പിളർപ്പിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് ആണ്ടസ് പിതാവിനോട് രാജിവെച്ച് പോകാനാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് പാമ്പ്ളാനി പിതാവിന് മുമ്പിലേക്കും വരിക. മൃഗീയ ഭൂരിപക്ഷം എന്നും പറഞ്ഞും സഭ പിളർക്കുമെന്നും പറഞ്ഞു വരുന്നവർക്ക്, അല്ലെങ്കിൽ പിളർന്ന് പോകുമെന്ന് പേടിച്ച് വരുന്നവർക്ക് സഭയിൽ സ്ഥാനമില്ല. സഭ പിളരിൽ നിന്നും വിമത വൈദികര് വടിയിൽ പാമ്പ് പോലെ വരുമെന്നും ബോസ്കോ പിതാവ് തെളിയിച്ചതാണ്. ആ വഴി മുന്നോട്ട് പോകാനാണ് ചെറുപ്പക്കാരനായ പാമ്പ്ളാനി പിതാവിനെ നിയോഗിച്ചത്. ബോസ്കോ പിതാവ് മറ്റൊരു രൂപതയിൽ ഇതെല്ലാം കഴിഞ്ഞ് എമരിറ്റസായി വന്ന ആളാണ്. ചെറുപ്പക്കാരന് പക്ഷേ എന്തിനാണ് ഈ ബോസ്കോ പിതാവ് ശക്തമായ നടപടികൾ എടുത്തപ്പോൾ ഈ വിമതരും അൽമായും മുന്നേറ്റക്കാരും തോറ്റു തുന്നം പടി വടിയിൽ പാമ്പ് പോലെ വന്നില്ലേ? ആ വഴി മുന്നോട്ട് പോകാനല്ലേ പാമ്പ്ളാനി പിതാവിനെ ഏൽപ്പിച്ചത്. അന്ന് ബോസ്കോ പിതാവിന്റെ കൂടെ ഉറച്ചു നിന്ന് ഏകീകൃത കുർബാന നടപ്പാക്കാനായിട്ട് അടിയുറച്ചു നിന്ന് പിന്തുണ കൊടുത്ത കൂരിയ, ആ കൂരിയായ ഏത് ചതിയും അടവും ഉപയോഗിച്ച് മാറ്റണമെന്നാണ് പാമ്പ്ളാനി പിതാവ് പറയണേ. എന്താണ് ലക്ഷ്യം? ബോസ്കോ പിതാവിന്റെ കൂടെ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ഉറച്ചുനിന്ന കൂരിയായെ മാറ്റണമെന്ന വിമതരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കണമെന്ന് പാമ്പ്ളാനി പിതാവ് പറയുന്നതിലെ ദുരുദ്ദേശം എന്ത്? ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിക്കുന്ന കൂരിയായി മാറ്റുന്നത് എന്തിനാണ്? കൂരിയായി നിയമിക്കാനുള്ള അവകാശമില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ പാമ്പ്ളാനി പിതാവ് ഈ അധികാരം ഏറ്റെടുത്തത്? എങ്ങനെയെങ്കിലും അവരെ മാറ്റാം, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് കരുതിയോ?
വിമതർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഉടനെ പാമ്പ്ളാനി പിതാവ് എന്തിനാ ചാടി വീഴുന്നേ? അപ്പൊ പാമ്പ്ളാനി പിതാവ് അല്ലേ വിമത പക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അങ്ങനെ ചെയ്ത കരിയിൽ പിതാവിന് വഴിയാണ് വെടിക്കെട്ടുകാരന്റെ പട്ടിയുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. ചെറുപ്പത്തിലെ രാജിവെച്ച് വിശ്രമ ജീവിതം നയിക്കാം, അല്ലെങ്കിൽ മാനസിക ആശുപത്രിയെ അഭയം പ്രാപിക്കാം. പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെയുള്ള മെത്രാൻസിനോട് എടുത്ത തീരുമാനത്തിനെതിരെ സമരം ചെയ്ത വൈദികർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെയുള്ള സിനഡിനെതിരെ ചില മെത്രാന്മാർ പരസ്യമായി പ്രതികരിച്ചപ്പോൾ നിങ്ങൾ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? സഭാ തലവന്റെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും തലവന്റെയും കോലം കത്തിച്ചവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി എന്തായിരുന്നു? വാസൽ പിതാവിനെ, പൊന്റിഫിക്കൽ ഡെലഗേറ്റ്, മാർപ്പാപ്പയുടെ പ്രതിനിധി, കുപ്പി എറിഞ്ഞവർക്കുള്ള ശിക്ഷാ നടപടി എന്ത്? താഴത്ത് പിതാവിന് ഒപ്പീസ് പാടിയവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? കൂതാശ വിലക്കുള്ളവർക്കെതിരെ എന്ത് നടപടി നിങ്ങൾ എടുക്കുന്നു? തോട്ടുപുറം അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാത്തവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഈ സമയത്തൊക്കെ സിനഡ് സെക്രട്ടറിയാണ് പാമ്പ്ളാനി പിതാവ്, ഇപ്പോൾ എറണാകുളത്തിന് അധികാരിയും. എന്നിട്ട് വേലി തന്നെ വിളവ് തന്നെന്ന തരത്തിലല്ലേ പാമ്പ്ളാനി പിതാവ് പെരുമാറുന്നത്? പാമ്പ്ളാനി പിതാവിന് എന്തെങ്കിലും സദുദ്ദേശമുണ്ടെന്ന് ആർക്കെങ്കിലും വിച്ഛേദിക്കാൻ കഴിയുമോ? മുമ്പത്തെ അഡ്മിനിസ്ട്രേറ്റർ കാര്യം ചോദിച്ചല്ലോ. ബോസ്ക് പിതാവ് വളരെ ശക്തമായി, തുടക്കത്തിലേക്ക് ഇച്ചിരി പാളിപ്പോയെങ്കിലും അവസാനം വളരെ ശക്തമായിട്ട് നിന്നു. ആ വഴിയിലൂടെയാണ് മുമ്പ് പോകേണ്ടിയിരുന്നത്. സഭ പിളരും എന്നുള്ള ആ പ്രസ്താവന അത് പിൻവലിക്കണം. സഭ പിളരില്ല. വളരെ ചുരുക്കം പേരാണ് വിമതരുടെ കൂടെയുള്ളത്. ഇനി പിളർന്നാലും ഈ തീരുമാനത്തിൽ പുറകോട്ട് പോകാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിയില്ല. പിളർപ്പ് ആദ്യമായിട്ടൊന്നല്ലല്ലോ, ഇനിയും ഉണ്ടാകും. ആ മുറിവുകൾ ഉണങ്ങും, പിന്നെ പോയവരൊക്കെ തിരിച്ചു വരും. അങ്ങനെ എത്രയോ പേര് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലേ 24 സഭകളായി മാറിയത് പലതും. ജോൺ പോൾ രണ്ടാമന്റെ കാലത്ത് 21 സഭകളുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ. പലരും തിരിച്ചു വരികയാണ്. തലശ്ശേരിലച്ഛൻ്റെ പ്രസ്താവന 5ാമത്തെ ചോദ്യമാണ്. ഏതൊരു രൂപതാ സംവിധാനത്തിലും കൂരി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ബിഷപ്പാണ്. എറണാകുളത്ത് പാമ്പ്ളാനി പിതാവിന് മാത്രം കൂരി അംഗങ്ങളെ തെക്കൻ രൂപതകളിൽ മെത്രാന്മാർ നിയമിച്ച് നൽകാൻ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ട്? മീനൊന്ന് പോയാലും പൂച്ചയുടെ സ്വഭാവം മനസ്സിലായി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ പാമ്പ്ളാനി പിതാവിന് ദുഷ്ടലാക്ക് വ്യക്തമായിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല. വിമതരുടെ നേതാവായ പാമ്പ്ളാനി പിതാവിന് തൻ്റെ നിഗൂഢ അജണ്ട നടപ്പിലാക്കാൻ തടസ്സം നിൽക്കുന്നത് കൂരിയാണ്. ആ കൂരിയായ മാറ്റുള്ള പദ്ധതിയുമായി വന്നപ്പോഴാണ് സത്യവിശ്വാസികൾ തടഞ്ഞത്. തൻ്റെ പദ്ധതി പൊളിഞ്ഞതിലെ ജാള്യതയാണ് ഈ അച്ഛന്മാരെ ഇറക്കിയും പിന്നെ മാതൃവേദിയോ അങ്ങനെയൊക്കെ ഇറക്കി പാമ്പ്ളാനി പിതാവ് ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്നത്. ആ ജാളിത മറയ്ക്കാനായിട്ട്. വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ കയറഴിച്ചു വിട്ടാൽ അത് പേപ്പട്ടിയെ പോലെ സഭയെ ആക്രമിക്കുന്നു വ്യക്തമായി അറിയാവുന്ന പെർമനന്റ് സിനഡാണ് പേപ്പട്ടിയെ ചങ്ങലിക്കിടാൻ കൂരിയായി നിയമിച്ചത്. ഈ പെർമനന്റ് സിനഡിൽ ആൻഡ്രസ് പിതാവും ഉണ്ട്. അദ്ദേഹം തെക്കനാണോ? പിന്നെ മെത്രാമാർക്ക് തീരെ ചേരാത്ത ഭാഷയാണ് തെക്കൻ രൂപത, വടക്കൻ രൂപത എന്ന വിഭജനത്തിൻ്റെ ഭാഷ, രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഭാഷ. മുമ്പ് കണ്ണൂരുകാരൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ തെക്കൻ രൂപതകൾ, വടക്കൻ രൂപതകൾ. പാമ്പ്ളാനി പിതാവ്, താങ്കൾക്ക് നാണമില്ല ഈ ഭാഷ ഉപയോഗിക്കാൻ? താങ്കളുടെ ഭാഷയിൽ തന്നെ മറുപടി പറയട്ടെ. എറണാകുളത്തെ കാര്യം വടക്കനായ താങ്കൾ നോക്കേണ്ടതില്ല. താങ്കൾ രാജിവെച്ചപ്പോ ഞാനിതിന് ഉത്തരം പറഞ്ഞതാണ്. ഒന്നുകൂടി ആവർത്തിക്കുക. ഈ കൂരിയായ പെർമനന്റ് സിനഡാണ് നിയമിക്കുക എന്നറിഞ്ഞിട്ട് തന്നെയല്ലേ പാമ്പ്ളാനി പിതാവ് ഈ ചാർജ് ഏറ്റെടുത്തത്? ഈ കൂരിയാണ് ഏകീകൃത കുർബാന നടപ്പാക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധം എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നില്ലേ? പിന്നെ എല്ലാ ബിഷപ്പിനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ആനുകൂല്യം, കൂരിയായി നിയമിക്കൽ ആനുകൂല്യം, അങ്ങനെ നിങ്ങൾക്ക് ആനുകൂല്യം തന്നിരുന്നെങ്കിൽ പണ്ടേ ഈ എറണാകുളത്ത് കൂരിയായെ മാറ്റുകയും വിമതരുടെ അജണ്ട നടപ്പാക്കുകയും ചെയ്യുമായിരുന്നില്ലേ പാമ്പ്ളാനി പിതാവ്? അങ്ങനെ മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്ത് ശീഷ്മയിലേക്ക് പോകുമായിരുന്നില്ലേ? കൂരിയായ മാറ്റാൻ നടക്കണം. എന്നിട്ട് അത് പറ്റാതെ വന്നപ്പോൾ തെക്കൻ രൂപത, വടക്കൻ രൂപത. ഒരു മെത്രാനാണോ നിങ്ങൾ? ഇത് രാജിവെച്ചിട്ട് രാഷ്ട്രീയത്തിൽ ചേരൂ, നല്ല ഭാവി ഉണ്ടാകും.
മെത്രാന്മാരോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഇങ്ങനൊരു വിഷവിത്ത് നിങ്ങളുടെ സിനഡിൽ വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ആറാമത്തെ ചോദ്യം, സഭയെ അനുകൂലിക്കുമെന്ന് പറയുന്നവർ വിമതപക്ഷത്തെ നാണിപ്പിക്കുന്ന രീതിയിൽ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപ്പൊലീത്ത വികാരിയും അധിക്ഷേപിക്കുകയും പിതാവിനെ ഡ്രൈവറെയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും വാഹനത്തിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തിട്ടും കേവലം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് കൈ കഴുകുന്ന സിനഡിന്റെ മനോഭാവത്തെ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? സിനഡിന്റെ മാധ്യമ കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് തന്നെ തെറ്റ്, പാമ്പ്ളാനി പിതാവിന് അനുകൂലമായിട്ട്. ഗുണ്ടായുസം മൂലമാണ് വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും പാമ്പ്ളാനി പിതാവ് പ്രാധാന്യം നൽകിയത്, അല്ലേ? മെത്രാൻ സിനഡും സമ്മർദ്ദം ചെലുത്താത്തവർക്ക് നീതി ലഭിക്കില്ലെന്ന് വ്യക്തമാക്കിയത് മെത്രാൻ സിനഡാണ്. അവർ തന്നെ തീരുമാനിച്ച കുർബാന കിട്ടാൻ ജനം സമ്മർദ്ദം ചെലുത്തേണ്ട ഗതികേട്ടിലായിപ്പോയതാണ്. തടഞ്ഞു വെച്ചാലേ സിനഡ് കുർബാന ലഭിക്കുമെന്ന് പഠിപ്പിച്ചത് പാമ്പ്ളാനി പിതാവാണ്. പിന്നെ ഗുണ്ടായുസം കാണിക്കുന്നവർക്ക് ഇതൊരു നടപടി ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നതും മെത്രാൻ സിനഡാണ്. വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും പൂണ്ട് വിളയാടിയിട്ടും എന്ത് നടപടിയാണ് മെത്രാൻ സിനഡ് എടുത്തത്? 2024 ജൂലൈ മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്തവർക്ക് നടപടി ഉണ്ടാകുന്ന പറഞ്ഞത്. എന്ത് നടപടി എടുത്തു? മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുമെന്നും കുർബാന കാര്യത്തിൽ തെറ്റ് പറ്റിയെന്നും വീരവാദം മുഴക്കുന്ന വിമത വൈദികർക്കെതിരെ ചെറുവിരൽ അനക്കിയോ നിങ്ങൾ? പുതിയൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എറണാകുളത്ത്, 2 അച്ഛന്മാർ ചേർന്ന്. അങ്ങനെ അവർക്കത് നടപടി എടുത്തോ? നിങ്ങളുടെ അതത് രൂപതകളിൽ, തലശ്ശേരി രൂപതയിലോ മറ്റേതെങ്കിലും രൂപതയിലോ 2 വൈദികര് രൂപത സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാനായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ കൈയും കെട്ടി കുത്തിയിരിക്കുവോ? ഓരോ രൂപതയിലും അതത് മെത്രാനല്ലേ സ്ഥലം മാറ്റം കൊടുക്കുന്നത്? എറണാകുളത്ത് അങ്ങനെയാണോ? മെത്രാന്റെ അനുവാദമില്ലാതെ, അംഗീകാരമില്ലാതെ സ്ഥലം മാറ്റം സ്വയം നടത്തുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് എറണാകുളത്ത് എടുത്തത്? ചങ്ങനാശ്ശേരിയിലോ തൃശ്ശൂരോ ഇരിങ്ങാലക്കുടിയോ തലശ്ശേരിയിലോ അങ്ങനെ ഓരോ അച്ഛന്മാരും സ്വയം ഇഷ്ടമുള്ള പള്ളി ചെന്നിരുന്നാൽ നിങ്ങൾ മെത്രാന്മാർ കൈയും കെട്ടി കുത്തിയിരിക്കുവോ? സഭയെ സ്നേഹിക്കുന്നവർക്ക് ഒരു കുർബാന ലഭിച്ചിട്ട് കാലങ്ങളായി. അതിന്റെ ബുദ്ധിമുട്ട് അവർ കാണിക്കാതിരിക്കുവോ? മെത്രാന്മാർ തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് അവർ കരുതിയത്. മെത്രാപ്പോലിത്ത തന്നെ വിമതര നേതാവായി അവതരിച്ചപ്പോൾ പിന്നെ സ്വയം പൊരുതി നേടാനല്ലാതെ മറ്റു വഴികൾ സത്യവിശ്വാസികളുടെ മുമ്പിൽ ഇല്ലായിരുന്നു. മാത്രമല്ല, പരിശുദ്ധ കുർബാന ലഭിക്കാതെ ദാഹിച്ചു വലയുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക്, സഭയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികൾക്ക് അവരുടെ വികാരമെങ്കിലും ഒന്ന് പുറത്ത് കാണിക്കാൻ അനുവാദമില്ലേ? അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. 1000 വട്ടം ഞാൻ പറഞ്ഞതാണ്, ആരെ തെരുവിലേക്ക് ഇറക്കി വിടരുത്, അവരെ ക്ഷമ പരീക്ഷിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകുന്നത് പോലെ ആയിരിക്കുമെന്നും ആ അഗ്നിയിൽ സഭാ നേതൃത്വം വെന്തു പോകുമെന്നും എത്ര പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് നൽകി? നിങ്ങൾ കേട്ടില്ല. പിന്നെ പാമ്പ്ളാനി പിതാവ് എറണാകുളത്ത് വന്നത് സതുദ്ദേശത്തോടെയാണോ? അല്ല, പെർമനന്റ് സിനഡ് നിശ്ചയിച്ച കൂരിയായെ അവരുടെ അനുവാദമില്ലാതെ മാറ്റാനാണ്. എന്തിന്? ഏകീകൃത കുർബാന നടപ്പാക്കാൻ, മെത്രാൻ സിനഡിന്റെ തീരുമാനം നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇപ്പോഴത്തെ കൂരിയ. അത് മാറ്റണം. അങ്ങനെ വിമതരുടെ ഇംഗിതമനുസരിച്ച് സമവായ കുർബാന നടപ്പാക്കണം. ഒരു ഉദാഹരണം പറയാം. ഉദയംപേരൂർ സൂനദോസ പള്ളിയിൽ എല്ലാ കുർബാനയും മെത്രാൻ സിനഡ് തീരുമാനിച്ച് ഏകീകൃത കുർബാന ചൊല്ലാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. പാമ്പ്ളാനി പിതാവ് എന്താ പറഞ്ഞത്? അത് വേണ്ട, ഒരെണ്ണം മെത്രാൻ സിനഡിന്റെ കുർബാന, ബാക്കിയൊക്കെ ഇല്ലിസിറ്റ് കുർബാന. ഒരു സഭയുടെ മെത്രാനോ സിനഡിന്റെ സെക്രട്ടറിയോ? ഈ മെത്രാൻ എന്ന സ്ഥാനത്തിന് തന്നെ അവമാനമാണ് പാമ്പ്ളാനി പിതാവ്. അങ്ങനെയുള്ള ഒരാളാണോ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി? ഇനിയും സമവായം എന്ന പേരും പറഞ്ഞ് പാമ്പ്ളാനി പിതാവ് എറണാകുളത്ത് വരേണ്ടതില്ല. എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊരു സംവിധാനവുമായിട്ടും ഒരു മെത്രാനും വരേണ്ടതില്ല. വന്നാൽ സത്യവിശ്വാസികൾ തടഞ്ഞിരിക്കും. അത് ആക്രമണമല്ല, സഭ മുഴുവൻ ശീഷ്മയിൽ പോകാതിരിക്കാനുള്ള സത്യവിശ്വാസികളുടെ പ്രതിരോധമാണ്. ചാവറിയച്ചനും സഭാപിതാക്കന്മാരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള വഴിയും രീതിയും അതാണ്. തീർത്തും കഴിവ് കെട്ടവരെ മെത്രാന്മാരാക്കുന്ന രീതി സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ഉപേക്ഷിക്കണം. സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യങ്ങളോട് കൂറില്ലാത്തവരെ മെത്രാന്മാരാക്കരുത്. പിന്നെ മെത്രാന്മാർ മാപ്പാപ്പയെ ധിക്കരിച്ചാലും ആ മെത്രാൻ അനുസരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ശീഷ്മയിലേക്ക് പോകുന്ന മെത്രാന്മാരെ അനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല.
മാർപ്പാപ്പി അനുസരിക്കുമെന്ന് മെത്രാന്മാർ വാഗ്ദാനം ചെയ്ത കാര്യം അവർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുവെന്ന് ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പയാണ് സങ്കടത്തോടെ പറഞ്ഞത്. മാർപ്പാപ്പി അനുസരിക്കുമെന്ന് മെത്രാന്മാർ വാഗ്ദാനം ചെയ്ത കാര്യം മെത്രാന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. എന്താ കാര്യം? അവർ മാർപ്പാപ്പി അനുസരിക്കുന്നില്ല. ഇത് സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ സഭയെ സ്നേഹിക്കുന്നവരെന്ന് വാദിക്കുന്ന, അവകാശപ്പെടുന്ന, സഭാനുകൂലികളെന്ന് അവകാശപ്പെടുന്ന, നാണം തോന്നുന്നു നിങ്ങളുടെ ഈ വാക്കുകൾ കേട്ടിട്ട്. ഇനി വത്തിക്കാൻ മാത്രമല്ല നിങ്ങൾ ഓർമ്മിപ്പിക്കുക, മാർപ്പാപ്പി അനുസരിക്കണം മെത്രാന്മാരെന്ന് ഞങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ 7ാമത്തെ ചോദ്യം, സിനഡ് അനുകൂലികൾ സമവായ കുർബാനയിൽ അധിക്ഷേപിക്കുന്ന കുർബാനക്രമം പാമ്പ്ലാനി പിതാവും വിമത അൽമായ നേതാവും തമ്മിലുള്ള രഹസ്യധാരണ രൂപപ്പെട്ടതാണെന്ന അധിക്ഷേപം എത്ര വലിയ നുണയാണെന്ന് മറ്റാരേക്കാളും വ്യക്തമായി അറിയാവുന്നത് സിനഡ് പിതാക്കന്മാർക്കല്ലേ? 2024 ജൂൺ 21 പുറത്തിറക്കിയ സിനഡാനന്തര സർക്കിളിൽ ഇത് രേഖപ്പെടുത്തുകയും തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം സിനഡ് സെക്രട്ടറി പാമ്പ്ലാനി പിതാവും അഡ്മിനിസ്ട്രേറ്റർ എന്ന ബോസ്കോ പിതാവും കൂജി ബിഷപ്പ് എന്ന വാണിപ്പരിക്കൽ പിതാവും ഒപ്പം ജൂൺ 29 എറണാകുളം പ്രതിനിധിയുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച പ്രശ്ന പരിഹാര ഫോർമുല ജൂൺ 30 പെർമനന്റ് അംഗീകരിച്ചതാണ്. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ നൽകിയ കൽപ്പന വെളിച്ചത്തിലാണ് ഈ ക്രമം നിലവിൽ വന്നതെന്ന സത്യം എന്തുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നത്? ഇതിന്റെ എല്ലാം സൂത്രധാരൻ പാമ്പ്ലാനി പിതാവാണെന്ന് വരുത്തി തീർക്കുന്നതിന്റെ ലക്ഷ്യം എന്ത്? ഈ പ്രസ്താവനയിലെ പല പ്രയോഗങ്ങളും അപലപനീയമാണ്. ഒന്ന്, സിനഡ് അനുകൂലികൾ. ആരാണ് ഈ സിനഡ് അനുകൂലികൾ? പാമ്പ്ലാനി പിതാവും സിനഡ് അനുകൂലിയല്ലേ? ഈ ലേഖനം എഴുതിയ അച്ഛനും സിനഡ് അനുകൂലിയല്ലേ? സിനഡ് അനുകൂലികളല്ലാത്തവർ ഈ സഭയിൽ ഉണ്ടാകാൻ പാടുണ്ടോ? മെത്രാൻ സിനഡിനെ അനുകൂലിക്കുന്നവരല്ലേ സിനഡ് അനുകൂലികൾ? അങ്ങനെയല്ലേ വേണ്ടത്? പിന്നെ സമവായ കുർബാന. ഒരേ ബലിപീഠത്തിൽ ഒരു കുർബാന ലിസിറ്റും ഒരു കുർബാന ഇല്ലിസിറ്റും അനുവദിക്കാൻ മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിയും മെത്രാൻ സിനഡിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? ഒരു കുർബാന ലിസിറ്റ്, ഒരു കുർബാന ഇല്ലിസിറ്റ് അങ്ങനെ അനുവദിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറി പാമ്പ്ലാനി പിതാവും അല്ലേ മെത്രാൻ സിനഡിനോട് ആവശ്യപ്പെട്ടത്? അതായത് എല്ലാവരും ഏകീകൃത കുർബാനയിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി ഒരു ചുവടുവെപ്പ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മാർപ്പാപ്പയെ തന്നെ ധിക്കരിക്കാൻ അനുമതി ചോദിക്കുകയല്ലേ ചെയ്തേ? ഇനി മെത്രാൻ സിനഡ് അങ്ങനെ അംഗീകരിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ മെത്രാൻ സിനഡ് തന്നെ മാർപ്പാപ്പയ്ക്ക് എതിരല്ലേ? ഒരു സ്വയംഅധികാര സഭയുടെ തലവനും സിനഡ് സെക്രട്ടറിയും മാർപ്പാപ്പയെ ധിക്കരിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അതിനെ തടയിടാൻ സിനഡ് സെക്രട്ടറി എന്ന നിലയിൽ പാമ്പ്ലാനി പിതാവിന് കൂടുതൽ ഉത്തരവാദിത്തം ഇല്ലായിരുന്നോ? മറ്റാരേക്കാളും ബുദ്ധിയും ബോധവും കഴിവുണ്ടെന്ന് വിചാരിക്കുന്ന പാമ്പ്ലാനി പിതാവല്ലേ ഇത് മാർപ്പാപ്പയ്ക്ക് എതിരായ തീരുമാനമാകും, നമ്മളതിന് കൂട്ടുനിൽക്കരുത് എന്ന് പറയേണ്ടിയിരുന്നത്? അതിന് പകരം അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന പാമ്പ്ലാനി പിതാവ് സീറോ മലബാർ സഭയുടെ ഒറ്റക്കാരനല്ലേ? എല്ലാ രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പാക്കിയത് അവിടങ്ങളിലെ വിമതരുമായി ചർച്ച ചെയ്തിട്ടാണോ? പിന്നെ എറണാകുളത്ത് മാത്രം എന്താണ് ഇങ്ങനെ? അതും നിരവധി തവണ ആക്രമണം അഴിച്ചുവിട്ടവരുമായി. ഇനി വിമതരുമായി ചർച്ച ചെയ്താലും മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോ പാമ്പ്ലാനി പിതാവിനോ അധികാരമുണ്ടോ? ഇപ്പൊ അതിനേക്കാൾ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. കൂതാശ വിലക്കുള്ള വൈദികർ അഴിഞ്ഞാടാൻ പാമ്പ്ലാനി പിതാവ് അനുവദിക്കുന്നു. സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാത്തവരെ സംരക്ഷിക്കുന്നു. തോട്ടുപുറം അച്ഛനെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലിപീഠം തള്ളിയിട്ടവരെ സംരക്ഷിക്കുന്നു. പരിശുദ്ധ കൂതാശ, ഈ വിശുദ്ധ കുർബാന പരമപരിശുദ്ധ കൂതാശയാണെന്ന് പാമ്പ്ലാനി പിതാവ് വിശ്വസിക്കുന്നുണ്ടോ? ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായ വൈദികനെ അതിൽ പിന്തിരിപ്പിച്ചത് സിനഡാണോ പാമ്പ്ലാനി പിതാവാണോ? സിനഡ് കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് രേഖാമൂലം എഴുതിക്കൊത്ത നവവൈദികർക്ക് വിമത വൈദികർക്കുള്ള അവകാശങ്ങൾ വേണമെന്ന് വാദിച്ചത് പാമ്പ്ലാനി പിതാവാണോ സിനഡാണോ? അപ്പൊ സമവായത്തിന്റെ ഉപജ്ഞാതാവ് പാമ്പ്ലാനി പിതാവല്ലേ? പാമ്പ്ലാനി പിതാവേ മുന്നോട്ട് പോകൂ എന്ന ആശംസയോടെയാണ് കാക്കരമറ്റച്ചൻ ഈ ലേഖനം ഉപസംഹരിക്കുന്നത്. അടുത്തു വരുന്ന സിനഡിന് മുമ്പ് എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ പാമ്പ്ലാനി പിതാവ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
പാമ്പ്ളാനി പിതാവ് തെറ്റ് തിരുത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് പന്നിക്കുഴിയിലേക്കായിരിക്കും. മുന്നോട്ട് പോയിക്കോ, പക്ഷെ കുഴിയിലേക്കായിരിക്കും. ഇനി എറണാകുളത്തെ മാത്രമല്ല, സീറോ മലബാർ സഭയിലെ മുഴുവൻ സത്യവിശ്വാസികളുടെ കാര്യം, അവരുടെ നിലപാട് പച്ചയ്ക്ക് ഞാൻ പറയാം. ഒന്ന്, എല്ലാ രൂപതകളിൽ എന്ന പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ പള്ളികളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന മതി. അതല്ലാതെ മറ്റൊന്നും വേണ്ട. മറ്റെല്ലാ രൂപതകളിലും ഉള്ളതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സകല പള്ളികളിലും സകല സ്ഥാപനങ്ങളിലും എല്ലാ കുർബാനകളും ഏകീകൃത കുർബാന മതി. അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള മെത്രാന്മാരല്ലാതെ, പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിവുള്ളവരല്ലാതെ മറ്റാരും ഇവിടേക്ക് അധികാരികളായി വരണ്ട. രണ്ടാമത്തെ കാര്യം. 3, ഇതിന്, അതായത് ഏകീകൃത കുർബാനയ്ക്ക് വിരുദ്ധമായി, സീറോ മലബാർ സഭയുടെ പൊതു പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആര് വന്നാലും അത് മാർപ്പാപ്പയ്ക്ക് എതിരായ തെറ്റായതിനാൽ, ശീഷ്മയായതിനാൽ ഞങ്ങൾ സത്യവിശ്വാസികൾ പ്രാണം കൊടുത്തും അതിന് ചെറുക്കും. പിന്നെ 4-ാമത്തെ കാര്യം, അന്തിമ തീരുമാനമെടുത്തൊരു കാര്യത്തിൽ, അത് നടപ്പാക്കാൻ മാർപ്പാപ്പ 4 പ്രാവശ്യം ആവശ്യപ്പെട്ട കാര്യത്തിൽ, നേരിട്ട് ആവശ്യപ്പെട്ട കാര്യത്തിൽ അൽമായ മുന്നേറ്റക്കാരുമായോ വിമത വൈദികരുമായോ ചർച്ച ചെയ്യാൻ പോകുന്ന മെത്രാന്മാരും സഭാ നേതൃത്വവും ഞങ്ങൾക്ക് വേണ്ട. അന്തിമ തീരുമാനം കഴിഞ്ഞ് പിന്നെയും ചർച്ച എന്ന വരട്ട് തത്വശാസ്ത്രം, ഈ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കാത്ത നിലപാട്, അതിവിടെ വേണ്ട. അന്തിമ തീരുമാനം കഴിഞ്ഞിട്ട് പിന്നെയും ചർച്ചയ്ക്ക് പോകുക, ആ പരിപാടി വേണ്ട. ആ വരട്ട തത്വശാസ്ത്രം സീറോ മലബാർ സഭയിൽ വേണ്ട. ഇത് എല്ലാവർക്കും വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മെത്രാന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല മാധ്യമ കമ്മീഷനും ഈ മറ്റു സംഗതികളൊക്കെ. മാധ്യമ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? സഭയുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മെത്രാൻ സഭയിലൊരു അംഗം കൂടിയാണ്. നേരായ വഴിക്ക് നടത്തേണ്ട നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ. അപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ആൾ വഴിതെറ്റിപ്പോകുകയും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ശരിയായ നടപടിയിലൂടെ ശരിയായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഈ തെറ്റായ ആളുകളെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് ശരിയല്ല. ഇനി അങ്ങനെ പ്രസ്താവന മെത്രാന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ്താവന ഇറക്കുകയാണെങ്കിൽ അത് എങ്ങനെ വേണം ഇറക്കാനായിട്ട്? ഈ സഭയുടെ കൂടെ നിൽക്കുന്നവരെ കൂടി സംരക്ഷിച്ചുകൊണ്ട് വേണ്ട ഇറക്കാനായിട്ട്. ഈ സഭയുടെ കൂടെ നിൽക്കുന്ന ആളുകളില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും? സഭ എന്ന് പറഞ്ഞ ദൈവജനമല്ലേ. അതുകൊണ്ട് ഈ മെത്രാന്മാരെ സംരക്ഷിക്കണം, മെത്രാന്മാരെ സംരക്ഷിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തെറ്റിലകപ്പെട്ടിരിക്കുന്ന മെത്രാനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ പേരിൽ സംരക്ഷിക്കാൻ വന്നാൽ 2 പക്ഷത്തെ കാര്യങ്ങളും പറയണം. എന്താ പറയേണ്ടിയിരുന്നത്? എറണാകുളത്തെ കാര്യത്തിൽ എന്താ പറയേണ്ടിയിരുന്നത്? മാധ്യമ കമ്മീഷൻ, അതായത് പാമ്പ്ളാനി പിതാവിന് ശാരീരികമായി ഉപരോധിച്ച് തെറ്റായിരിക്കാം, അത് അപലപിക്കുന്നു. കൂട്ടത്തിൽ എന്ത് പറയണം? പാമ്പ്ളാനി പിതാവ് ഈ വിമതന്മാർ ചർച്ചയ്ക്ക് പോയതും ശരിയല്ല, അൽമായ മുന്നേറ്റക്കാരുമായി ചർച്ചയ്ക്ക് പോയതും ശരിയല്ല, ഏകീകൃത കുർബാന നടപ്പാക്കാതിരിക്കുന്നത് ശരിയല്ല, കൂതാശ വിലക്കുള്ളവരെ അഴിച്ചു വിട്ടിരുന്നത് ശരിയല്ല എന്നൊക്കെ പറയേണ്ടിയിരുന്നില്ലേ? അപ്പോഴല്ലേ മാധ്യമ കമ്മീഷൻ എന്ന് പറയുന്ന മെത്രാന്മാരുടെ സിനഡിന്റെ കമ്മീഷൻ ദൈവജനത്തിന്റെ സ്വരമാകൂ. തെറ്റ് ചെയ്ത മെത്രാനെ ന്യായീകരിക്കുകയും ശരിയിലായിരിക്കുന്ന സഭാനുകൂലികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഒരു മെത്രാൻ സൈഡിന്റെ മാധ്യമ കമ്മീഷൻ ചെയ്യരുത്. പാമ്പ്ളാനി പിതാവിന്റെ PROയും മറ്റൊക്കെ ചെയ്തോട്ടെ, അത് അവരുടെ പണി. പക്ഷേ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ കമ്മീഷൻ, മാധ്യമ കമ്മീഷൻ ഏതെങ്കിലും കാര്യത്തിൽ അപലപിക്കേണ്ടി വന്നാൽ 2 വശത്തെ കാര്യങ്ങളും പറയണം. ഇനി ഉണ്ടാവില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ. 2 വശത്തെ കാര്യങ്ങളും പറയണം. എന്നിട്ട് നേരിന്റെ കൂടെ സത്യത്തിന്റെ കൂടെ നിൽക്കണം. അല്ലാതെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ആക്രമിച്ചപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് പോലെ ഒരു പരിപാടി ഉണ്ടല്ലോ, തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ന്യായീകരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ ഇറക്കിക്കൊണ്ടുവരിക, കോടതിയെ ഉപരോധിക്കുക, ആ പരിപാടി നമുക്ക് വേണ്ട. ആരാണ് കർത്താവിൻ്റെ കൂടെ, ആരാണ് സഭയുടെ കൂടെ, ആരാണ് തെറ്റ്, അതുകൂടി വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മതി മാധ്യമ കമ്മീഷൻ്റേത്. അപ്പോഴാണത് സഭയുടെ നിലപാടാകൂ. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് തന്നെ സങ്കടകരമാണ്. ഒരച്ഛനും അതുപോലെ തന്നെ ഈ സഭയുടെ കൂടെ നിൽക്കുന്നവർ ഇങ്ങനും പരസ്യമായി വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾ നിർബന്ധിച്ച് ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുകയാണ്. കാരണം നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞു തന്ന സംഗതി
നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞ് തരുന്ന ആ കുർബാന തരുന്നില്ല. അപ്പോൾ ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. അങ്ങനെ ഞങ്ങൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്കെതിരെ കേസ്, ഞങ്ങൾക്കെതിരെ ആക്രമണം. എന്നിട്ട് ആക്രമിച്ചവർക്ക് ഇല്ലേ, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ നിൽക്കുന്നവർക്ക് സംരക്ഷണം, സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് അവർക്ക് നടപടികൾ, ഷോക്കോസ് നോട്ടീസ്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സഭയിലും ഉണ്ടാകാം. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ പ്രത്യേകിച്ചും കർത്താവീശോ മിശിഹ, ആ കർത്താവീശോ മിശിഹയുടെ ശിഷ്യനായ തോമസ് ലീഹ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉന്നതമായ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ആളാണ് തോമസ് ലീഹ. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും അവൻ്റെ കൂടെ പോകൂ എന്ന് പ്രഖ്യാപിച്ചവനാണ് അവൻ. ആ തോമസ് ലീഹയുടെ മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് സത്യത്തിൻ്റെ കൂടെ അല്ലാതെ, സഭയുടെ കൂടെ അല്ലാതെ നിൽക്കുന്ന ആര് വന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുക, സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുക. സഭാനുകൂലികൾ, സിനഡാനുകൂലികൾ എന്ന് പറഞ്ഞാൽ അതാണ് ശരി. സിനഡിൻ്റെ കൂടെ അനുകൂലിച്ച് നിൽക്കുന്നവരാണ് ശരിക്കുള്ളവർ. സഭാ അനുകൂലികൾ എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അങ്ങനെ അവകാശപ്പെട്ട് വരുന്നവരെന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവകാശപ്പെടുന്നവർക്ക് മാത്രമേ ഈ സഭയിൽ സ്ഥാനമുള്ളൂ. ഞാനത് 3ാമത്തെ പ്രാവശ്യം ആവർത്തിക്കുന്നത്. കാരണം മെത്രാന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കണം. പണ്ടത്തെ പോലെയല്ല കാര്യങ്ങൾ. എല്ലാം വഴിയിലേക്ക് വലിച്ചഴച്ചതും നിങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നമുക്ക് പരിഹരിക്കാമായിരുന്നു. എല്ലാം തെരുവിലേക്ക് വലിച്ചിഴച്ചത് നിങ്ങളാണ്. ഞങ്ങളിങ്ങനെ വന്ന് പറയേണ്ടി വന്നതും നിങ്ങൾ മൂലമാണ്. അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പറയുന്നത്. നേരം വണ്ണം തീരുമാനങ്ങൾ എടുത്താൽ ഇതൊന്നും സംഭവിക്കില്ല. സോഷ്യൽ മീഡിയയിലും വന്ന് ആരും വിഴുപ്പലക്കില്ല, ആരും ആവശ്യപ്പെടുകയില്ല. പക്ഷെ കൃത്യം തീരുമാനങ്ങൾ വേണം. 6 മാസം കഴിഞ്ഞിട്ട് ഒരു സിനഡ് കഴിഞ്ഞ് പിന്നത്തെ ഒരു സിനഡ് കഴിഞ്ഞ് അങ്ങനെയൊന്നും അല്ല. ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന തരത്തിലുള്ള സംവിധാനം വേണം. പാകിസ്ഥാൻ ആക്രമിക്കുകയും ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്തപ്പോൾ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്താണ് സർക്കാർ ചെയ്യണമെന്ന്, അല്ലേ? യുദ്ധമുണ്ടാകുന്നൊരു ഘട്ടം വന്നപ്പോൾ എല്ലാ ദിവസവും പത്രസമ്മേളനമാണ്. നമ്മൾ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു. ജനത്തെ ബോധ്യപ്പെടുത്തണം. ജനമാണ് ഇന്ത്യ. ഇതുപോലെ സഭയിൽ ദൈവജനമാണ് സഭ. ആ ദൈവജനത്തെ ബോധ്യപ്പെടുത്താൻ അധികാരത്തിലിരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിവില്ലെങ്കിൽ ഇറങ്ങി പോണം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ പാമ്പ്ളാനി പിതാവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല. പക്ഷേ സീറോ മലബാർ സഭ, ആ സഭയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാനടക്കം സത്യവിശ്വാസികൾ ആരും സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിച്ചാൽ ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാകും. അതിന് ഞങ്ങൾ തയ്യാറല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.